ഇന്ന് നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂഡിൽ പ്ലാറ്റ്ഫോമിൽ ഗവൺമെന്റ് കോളേജ് മാനന്തവാടിയുടെ മൂഡിൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾക്ക് എങ്ങനെയാണ് ആദ്യമായിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ കോളേജ് വെബ്സൈറ്റ് അഡ്രസ് അടിക്കുക. ദാറ്റ് ഈസ് www.gcmdy.org എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. then click enter. Okay, then it will load the college website. Here it is the website. വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ മൂഡിൽ അറ്റ് GCM എന്ന് പറയുന്ന ഓപ്പൺ സോഴ്സ് ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് അവിടെ കാണാം. then click on that. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ദിസ് ഈസ് ദ ഇന്റർഫേസ് ഓഫ് കോളേജിന്റെ മൂഡിൽ പ്ലാറ്റ്ഫോമിന്റെ ഇന്റർഫേസ് ആണ്. ഇത് നിങ്ങൾ ഇതുവരെ ലോഗിൻ ചെയ്തിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് ലോഗിൻ ചെയ്യാം. ഫ്രണ്ട് പേജ് സെറ്റിംഗ്സ് ഇങ്ങനെയാണ് കാണുക. ഇവിടെ അവൈലബിൾ കോഴ്സസ്, ഏതൊക്കെ കോഴ്സസുകളാണ് ഇതിൽ ഓഫർ ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽസ് ഇവിടെ ഇങ്ങനെ കാണാം. ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് കോഴ്സ് വൈസ് ആണുള്ളത്. ഓരോ കോഴ്സും ഓഫർ ചെയ്യുന്ന ടീച്ചേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ കാണാം. സൈഡിൽ നിങ്ങൾക്ക് സൈറ്റ് ന്യൂസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അവിടെ നാവിഗേഷൻ മെനു കാണാം. ഏതൊക്കെ കോഴ്സുകൾ ഉണ്ടെന്നുള്ളത് ഈ നാവിഗേഷൻ മെനു ഉപയോഗിച്ച് നമുക്ക് കാണാൻ കഴിയും. തൊട്ട് താഴെ സൈറ്റ് ന്യൂസിൽ പുതിയതായിട്ടുള്ള ലേറ്റസ്റ്റ് ന്യൂസുകൾ, ജനറൽ ആയിട്ട് വരുന്ന അഡ്മിനിസ്ട്രേറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂസുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏതൊക്കെ കാറ്റഗറിയിലുള്ള ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് ആണ് കാണാം. സോ നിങ്ങൾക്ക് ലോഗിൻ ഐ ഡിയും യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ലോഗിൻ ഇൻ ടു മൂഡിൽ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ലോഗിൻ ക്ലിക്ക് ചെയ്യാം. സോ ലോഗിൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് എന്ന് പറയുന്നൊരു യൂസർ ടെസ്റ്റ്, അതിന്റെ പാസ്വേഡ് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന്റെ പാസ്വേഡ് അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ പാസ്വേഡാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ലോഗിൻ ചെയ്യാം. ചില കോഴ്സുകൾക്ക് നമുക്ക് വേണമെങ്കിൽ ലോഗിൻ ഗസ്റ്റ് ആക്സസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ കാണും. ആ കോഴ്സുകൾക്ക് അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ക്ലിക്ക് ഓൺ ലോഗിൻ. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോഗിൻ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ നെയിം ഓപ്ഷനൊക്കെ ഇവിടെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന സ്ക്രീൻ ഇതായിരിക്കാം. ഇതാണ് നിങ്ങളുടെ ലോഗിൻ സ്ക്രീൻ. നിങ്ങളുടെ പേരിലുള്ള മൂഡിൽ അക്കൗണ്ടിലേക്കാണ്, നിങ്ങൾ യൂസറുടെ അക്കൗണ്ടിലേക്കാണ് നിങ്ങളിപ്പം കയറിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സൈറ്റ് ന്യൂസുകൾ കാണാം. പിന്നെ നിങ്ങൾ എൻറോൾ ചെയ്യപ്പെട്ടിരിക്കുന്ന കോഴ്സുകൾ, നിങ്ങളുടെ ടീച്ചർ നിങ്ങൾ ഏതൊക്കെ കോഴ്സുകളിലാണ് എൻറോൾ ചെയ്തിരിക്കുന്നത് ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ ടോപ്പിക്കിൽ ഇൻട്രഡക്ടറി ആയിട്ട് നമ്മൾ വരുന്നത്. ഇനി ലോഗിൻ ഐ ഡി കിട്ടാത്തവരാണെങ്കിൽ ലോഗിൻ ഐ ഡിയും പാസ്വേഡും അതാത് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അത് കളക്ട് ചെയ്യേണ്ടതാണ്.